പ്രിയമുള്ളവരെ, ഇന്ന് ലോകത്ത് മുഴുവനും ഇസ്ലാമിനെതിരെയുള്ള നീക്കുപോക്കുകൾ നടക്കുന്നത് ആശയം കൊണ്ട്, ആദർശം കൊണ്ട് ഇസ്ലാമിനെ തോൽപ്പിക്കാൻ പറ്റാതെ വരുമ്പോ ആരോപണം കൊണ്ട്, ആക്ഷേപം കൊണ്ട് അടിച്ചമർത്താനാണ്, അല്ലാതെ മറ്റെന്തിനാണ്? അധ്യാപിക സിസ്റ്റർ ആയതുകൊണ്ട് തലമറച്ചു വന്നാൽ ഭീകരമല്ല. വിദ്യാർത്ഥി തലമറച്ചു വന്നാൽ ഭീകരം. ഇതെന്ത് ഭീകരതയാണ്? നമ്മൾ ആലോചിച്ചു നോക്കൂ, ഇതെന്ത് ഭീകരതയാണ്? ഒരു ടീച്ചർക്ക് താൻ അനുഷ്ഠിക്കുന്ന പുണ്യമാണെന്ന് കരുതി നിഷ്ഠ പാലിക്കുന്ന ഒരു കാര്യം ഒരു വിദ്യാർത്ഥിനി ചെയ്തപ്പോൾ അപരാധമായത് എങ്ങനെ? ആവശ്യമില്ലാതെ ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമങ്ങൾ പല ഭാഗത്തും നടക്കുന്നു. വിശ്വാസികളായ നമ്മൾ കൃത്യമായി കാര്യങ്ങളെ ബോധത്തോടെ സമീപിക്കണം. നമ്മുടെ കയ്യിലുള്ള ഖുർആനിനെ വെല്ലാൻ ഒരു ഗ്രന്ഥം ലോകത്താരും അവതരിപ്പിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെല്ലാൻ പറ്റുന്ന ഒരു പേഴ്സണാലിറ്റിയെ അവതരിപ്പിക്കാൻ സാധ്യമല്ല. ഇസ്ലാമിക സംഹിതയെ വെല്ലുന്ന ഒരു സംഹിത കൊണ്ടുവരാൻ ലോകത്ത് കഴിയുന്നില്ല. എന്തേ ഇസ്ലാമിനെ മാത്രം ഇപ്പോഴും പറയുന്നത്? മുത്തലാഖ് വന്നപ്പോഴും ഇസ്ലാം, വഖഫ് വന്നപ്പോഴും ഇസ്ലാം, അങ്ങനെ എല്ലാം അനന്തരാവകാശം വന്നപ്പോഴും ഇസ്ലാം. എന്നാൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? അനന്തരാവകാശത്തിൽ മുസ്ലിങ്ങൾ കൊടുക്കുന്ന നിയമം ശരിയല്ല, ഞങ്ങളുടെ കയ്യിൽ അതിനേക്കാൾ സമഗ്രമായൊരു നിയമമുണ്ടെന്ന് അവതരിപ്പിക്കാൻ ഏതെങ്കിലും കോടതിയിൽ ആരെങ്കിലും വന്നോ? എന്തേ ഇസ്ലാമികമായ സംഹിതയെക്കുറിച്ചുള്ള ആലോചന വരുമ്പോൾ വിവാഹമോചന നിയമങ്ങളിൽ സമഗ്രമായ ഒരു നിയമം കൊണ്ടുവന്ന് അവതരിപ്പിച്ച് ഇതാണ് സമഗ്രമെന്ന് പറഞ്ഞ് ഇസ്ലാമിക നിയമത്തോട് ആ നിയമങ്ങൾ വെച്ചുകൊണ്ട് മാറ്റുരയ്ക്കാൻ ആര് വന്നു? അക്കാദമിക്കലി ക്രോസ് ചെയ്യാൻ ആരെങ്കിലും വന്നു? ഇസ്ലാമിലെ വധശിക്ഷയെക്കുറിച്ചും മറ്റും ഒരുപാട് ആരോപണങ്ങൾ നടന്ന കാലത്ത് അതാ കണ്ടില്ലേ, നമ്മുടെ രാജ്യത്തുകാരിയായ ഒരു പെൺകുട്ടി വിദേശ രാജ്യത്ത് നിയമപരമായി വിധിക്കപ്പെട്ട വിധിയിൽ നിന്ന് ഇസ്ലാമിക ദർശനത്തിന്റെ കാരുണ്യഭാവങ്ങളെ ഉദ്ധരിച്ചപ്പോൾ നാടുനീളെ ചർച്ചയായത് ഇസ്ലാമിക് ക്രിമിനോളജിയെ കുറിച്ചാണ്. ആ ഇസ്ലാമിക് ക്രിമിനോളജിയേക്കാൾ സമഗ്രമായ ഒരു ക്രിമിനോളജി കൊണ്ടുവരാൻ ഏതെങ്കിലും സംഹിതയ്ക്ക് കഴിയുന്നുണ്ടോ? കുറ്റവും ശിക്ഷയും സംബന്ധിച്ച് ഇസ്ലാമിന്റെ സമഗ്രമായ കാഴ്ചപ്പാടുകൾ. ഒരിക്കലും നിരപരാധി ക്രൂശിക്കപ്പെടരുത്, എന്നാൽ എവിടെയും മനുഷ്യപ്പറ്റിന്റെ കാരുണ്യമുണ്ടാവണം. ഈ മൂല്യങ്ങളെയെല്ലാം നിലനിർത്തിക്കൊണ്ടുള്ള ഒരു ക്രിമിനോളജിയാണ് ഇസ്ലാം മുന്നോട്ട് വെച്ചതെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുന്ന് പഠിപ്പിച്ച ദർശനങ്ങളെയും പഠിക്കണം.